ഇന്ന് നമുക്ക് അരഗൻസിനെക്കുറിച്ചും അരഗൻസ് എന്ന് തോന്നുന്ന പെരുമാറ്റത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചും സംസാരിക്കാം. അരഗൻസ് എന്നാൽ എന്താണ്? അരഗൻസ് എന്നത് ഒരാൾ താൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണ്, കൂടുതൽ കഴിവുള്ളവനാണ്, കൂടുതൽ അറിയുന്നവനാണ് എന്ന രീതിയിൽ പെരുമാറുന്ന സ്വഭാവമാണ്. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട, എനിക്ക് ആരുടെയും അഡ്വൈസും ആവശ്യമില്ല, ഞാൻ തെറ്റ് ചെയ്യാറില്ല. ഇത്തരം ചിന്തകളും പെരുമാറ്റങ്ങളും ഒരാളിൽ സ്ഥിരമായി കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം, ഇത്രയും വലിയ സെൽഫ് കോൺഫിഡൻസ് കാണിക്കുന്ന ഒരാളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? കാരണം ഹെൽത്തി കോൺഫിഡൻസിനും അരഗൻസിനും വലിയ വ്യത്യാസമുണ്ട്. ഹെൽത്തി കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്കെൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട്, പക്ഷേ എനിക്ക് തെറ്റുപറ്റാം. പക്ഷേ അരഗൻസ് എന്ന് പറയുന്നത് എനിക്ക് തെറ്റുപറ്റില്ല, അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യണ്ട, ഈ മനോഭാവമാണ്. കുട്ടിക്കാലത്തെ അനുഭവങ്ങളുമായി ഈ അരഗൻസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചില ആളുകളിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അവരുടെ പിന്നീട് വരുന്ന ഇമോഷണൽ പാറ്റേണിനെ സ്വാധീനിക്കാം. ഉദാഹരണത്തിന്, ഒരു കുട്ടിക്ക് നിരന്തരം അംഗീകാരം ലഭിക്കാതെ വന്നാൽ നീയൊന്നും ശരിയായി ചെയ്യുന്നില്ല, നിനക്കൊന്നും അറിയില്ല, മറ്റുള്ള കുട്ടികളെ നോക്ക് എന്നിങ്ങനെ നിരന്തരം താരതമ്യം ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ മറുവശത്ത് കുട്ടിയുടെ ഓരോ കാര്യവും അമിതമായി നിയന്ത്രിക്കപ്പെട്ടാൽ, അതായത് അത് ചെയ്യരുത്, ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ, നീ സ്വന്തമായി തീരുമാനമെടുക്കാറായിട്ടില്ല, ഇങ്ങനെയുള്ള രീതിയിൽ വളർന്നു വരുന്ന കുട്ടിയുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടാകാം. എനിക്കെൻ്റെ ജീവിതത്തിൽ കൺട്രോളില്ലേ? ഞാൻ മതിയായ ആളല്ലേ? എന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ലേ? ഇത്തരം അനുഭവങ്ങൾ എല്ലാവരിലും അരഗൻസ് ഉണ്ടാക്കും എന്ന് പറയാനാവില്ല. പക്ഷേ ചില ആളുകളിൽ ഇൻസെക്യൂരിറ്റി, ഷെയിം, റിജക്ഷൻ, കൺട്രോൾ നഷ്ടപ്പെടുമോ എന്ന ഭയം തുടങ്ങിയവ കാണപ്പെടാം. പിന്നീട് ശക്തമായ ഡിഫെൻസീവ് ബിഹേവിയറിലേക്ക് ഇത് മാറ്റപ്പെടാം. പിന്നെ ഈ അരഗൻസ് എങ്ങനെ ഒരു ഡിഫെൻസ് ആകുന്നു? ഒരാളുടെ ഉള്ളിൽ ഞാൻ മതിയായ ആളല്ല എന്നൊരു ആഴത്തിലുള്ള ബിലീഫ് ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഏറ്റവും മികച്ചവനാണ്, എനിക്കാരെയും ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും നിയന്ത്രിക്കരുത് എന്ന തരത്തിൽ മനസ്സ് സ്വയം സംരക്ഷിക്കാൻ മറ്റൊരു മുഖം ഉണ്ടാക്കാം. ഇത് ചില സാഹചര്യങ്ങളിൽ ഒരു സൈക്കോളജിക്കൽ ഡിഫെൻസ് പോലെ പ്രവർത്തിക്കാം. അതിനാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരാൾ വളരെ അരഗൻ്റായി തോന്നാം. പക്ഷേ ഉള്ളിൽ അയാൾ അനുഭവിക്കുന്നത് എന്നെ ആരും വില കുറച്ച് കാണരുത്, എൻ്റെ തെറ്റാരും കണ്ടെത്തരുത്, ഞാൻ മോശക്കാരനാണെന്ന് ആരും കരുതരുത് എന്ന തരത്തിലുള്ള ഭയമായിരിക്കാം. ക്രിറ്റിസിസം കേൾക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരം പെരുമാറ്റത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രിറ്റിസിസം സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു തെറ്റു പറ്റിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് കേട്ടിട്ട് ശരി ഞാൻ നോക്കാം എന്ന് പറയുന്നതിനു പകരം അവർ ഉടനെ ആക്രമിക്കാൻ തുടങ്ങും. നീ എന്നെ പഠിപ്പിക്കാൻ വരേണ്ട, നിനക്കെന്നെക്കുറിച്ചൊന്നും അറിയില്ല, നീ ആദ്യം നിൻ്റെ കാര്യം നോക്ക് എന്നിങ്ങനെ അയാൾ തിരിച്ചു പ്രതികരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ക്രിറ്റിസിസം ചിലപ്പോൾ അവരുടെ പെരുമാറ്റത്തെ മാത്രം ചോദ്യം ചെയ്യുന്നതായി തോന്നാതെ അവരുടെ മുഴുവൻ വ്യക്തിത്വത്തെയും ചോദ്യം ചെയ്യുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടാം. ഞാൻ തെറ്റ് ചെയ്തു എന്നതും ഞാനൊരു തെറ്റായ വ്യക്തിയാണ് എന്നതും രണ്ടാണ്. ഹെൽത്തി ഇമോഷണൽ ഡെവലപ്മെൻ്റ് ഉള്ള ഒരാൾക്ക് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇൻസെക്യൂരിറ്റി കൂടുതലുള്ള ഒരാൾക്ക് ക്രിറ്റിസിസം വളരെ ത്രെട്ടണിംഗ് ആയി തോന്നാം. ഇനി മറ്റൊരു കൂട്ടരാണ് എന്നെ ആരും കൺട്രോൾ ചെയ്യരുത് എന്ന നിലപാടിലുള്ളവർ. ഇത്തരം ആളുകളിൽ കാണുന്ന മറ്റൊരു കോമൺ പാറ്റേണാണ് കൺട്രോളിനോടുള്ള ശക്തമായ റെസിസ്റ്റൻസ്. ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും അത് അഡ്വൈസായി സ്വീകരിക്കുന്നതിനു പകരം നീ എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണോ എന്ന തരത്തിൽ അവർ പ്രതികരിക്കാം. കാരണം അവരുടെ ഉള്ളിൽ ഫ്രീഡം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡിൽ അമിതമായ നിയന്ത്രണം അനുഭവിച്ചിട്ടുള്ള ചിലരിൽ പിന്നീട് എന്നെ ആരും കൺട്രോൾ ചെയ്യരുത് എന്നുള്ള ആവശ്യം വളരെ ശക്തമാകാം. അപ്പോൾ ചെറിയൊരു സജഷൻ പോലും കൺട്രോളായി അനുഭവപ്പെടാം. അടുത്തത് മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ആരെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് പങ്കുവച്ചാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ലാത്ത എന്ന തരത്തിൽ അഭിപ്രായം പറയും. ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാലോ നിനക്കിതിനെക്കുറിച്ച് എന്തറിയാം എന്ന രീതിയിൽ മറുപടി പറയും. ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നീ പെർഫെക്റ്റ് ആണോ എന്നായിരിക്കും തിരിച്ചു ചോദിക്കുക. ഇത് ചിലപ്പോൾ സ്വന്തം സെൽഫ് ഇമേജ് സംരക്ഷിക്കാനുള്ള ശ്രമമായിരിക്കാം. ഞാൻ താഴെയല്ലെന്ന് അവർക്ക് തെളിയിക്കണം.
അതുകൊണ്ട് മറ്റൊരാളെ താഴ്ത്തിക്കൊണ്ട് താൻ ഉയർന്നു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുക. പക്ഷേ അത് യഥാർത്ഥ കോൺഫിഡൻസ് അല്ല. കോൺഫിഡൻസിനും അരഗൻസിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഫിഡൻസ് ഉള്ള ഒരാൾ പറയുന്നത് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്നാണ്. പക്ഷേ അരഗൻസ് ഉള്ള ഒരാൾ പറയുന്നത് എനിക്ക് മാത്രമേ ഇത് ശരിയായി ചെയ്യാൻ കഴിയൂ എന്നാണ്. കോൺഫിഡൻസ് ഉള്ളയാൾ പറയുന്നത് എനിക്കെൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട് എന്നാണ്. എന്നാൽ അരഗൻസ് ഉള്ള ഒരാൾ പറയുന്നത് എന്നേക്കാൾ ആരും നന്നായി ഇതൊന്നും ചെയ്യില്ല എന്നാണ്. കോൺഫിഡൻസ് ഉള്ള ഒരാൾ പറയും എനിക്ക് തെറ്റുപറ്റാം, എനിക്കത് സമ്മതിക്കാൻ കഴിയും. പക്ഷേ അരഗൻസ് ഉള്ള ഒരാൾക്ക് എനിക്ക് തെറ്റുപറ്റി എന്ന് ഒരിക്കലും സമ്മതിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അരഗൻസ് പലപ്പോഴും കോൺഫിഡൻസിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആകാം. മാറ്റം എങ്ങനെ തുടങ്ങാം? നിങ്ങളിൽ തന്നെ ഇത്തരം ബിഹേവിയർ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആദ്യം സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. പകരം നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കൂ. ആരെങ്കിലും എന്നെ തിരുത്തുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഉടനെ പ്രതിരോധത്തിലാകുന്നുണ്ടോ? എനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആരെങ്കിലും എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ടോ? മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ഞാൻ ഉടനെ റിജക്റ്റ് ചെയ്യാറുണ്ടോ? എന്നെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി ചിന്തിക്കുമോ എന്ന ഭയം എനിക്കുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യസന്ധമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം മാറ്റത്തിൻ്റെ ആദ്യപടി സെൽഫ് അവെയർനെസ് ആണ്. ഇത്തരം പെരുമാറ്റം കാരണം ബന്ധങ്ങളിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ കുടുംബ ബന്ധങ്ങൾ തകരുകയോ ജോലിസ്ഥലത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയോ ക്രിറ്റിസിസം സഹിക്കാൻ കഴിയാതെ വരികയോ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ തെറാപ്പികൾ ഒരു പരിധിവരെ സഹായകമാണ്. തെറാപ്പിയിലൂടെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? എനിക്കെന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായി റിയാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്? എൻ്റെ ആങ്കറിൻ്റെ പിന്നിൽ എന്താണ്? എനിക്ക് ക്രിറ്റിസിസം ഇത്രയും ത്രെട്ടണിംഗ് ആയി തോന്നുന്നത് എന്തുകൊണ്ട്? എൻ്റെ പഴയ അനുഭവങ്ങൾ ഇന്നത്തെ ബിഹേവിയറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറാപ്പി വഴി മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പുറത്ത് കാണുന്ന അരഗൻസ് ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ മുഴുവൻ വ്യക്തിത്വമല്ല. അതൊരു ഡിഫൻസ് പാറ്റേൺ ആയിരിക്കാം. പുറത്ത് എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിൽ എന്നെ ആരെങ്കിലും അംഗീകരിക്കണം എന്നൊരു ആവശ്യമായിരിക്കും ഉള്ളത്. എന്നെ ആരും ചോദ്യം ചെയ്യരുതേ എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിൽ ഞാൻ തെറ്റുകാരനായി കാണപ്പെടുമോ എന്നൊരു ഭയമായിരിക്കും ഉള്ളത്. അതുകൊണ്ട് അരഗൻസ് കാണുന്നിടത്തെ ഉടനെ ലേബൽ ചെയ്യുന്നതിനു പകരം പെരുമാറ്റത്തിൻ്റെ പിന്നിലെ വികാരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേസമയം മറ്റൊരാളുടെ ഇൻസെക്യൂരിറ്റി മനസ്സിലാക്കുന്നു എന്നതുകൊണ്ട് അവരുടെ റൂഡ് ബിഹേവിയർ, ഡിസ്റെസ്പെക്റ്റ്, ഇമോഷണൽ അബ്യൂസ് എന്നിവ സഹിക്കണമെന്നില്ല. നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾക്ക് നിലനിർത്താവുന്നതാണ്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് സംരക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളിൽ തന്നെ ഇത്തരം പാറ്റേണുകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മാറ്റത്തിനായി ശ്രമിക്കാവുന്നതുമാണ്. കാരണം യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് തെളിയിക്കുന്നതല്ല. പകരം എനിക്ക് തെറ്റുപറ്റാം, അത് തിരുത്താനും സമ്മതിക്കാനും എനിക്ക് കഴിയും എന്ന് പറയാനുള്ള ഇമോഷണൽ സ്ട്രെങ്ത് ആണ്. അതാണ് യഥാർത്ഥ കോൺഫിഡൻസ്. അതാണ് ഇമോഷണൽ മെച്യൂരിറ്റി.